വിശദമായ വാർത്തയിലേക്ക്. കശ്മീരിലെ പാക് ഭീകരതയെ നിയമാനുസൃത പോരാട്ടമെന്ന് വിശേഷിപ്പിച്ച് പാക് സൈനിക മേധാവി അസീം മുനീർ. കശ്മീർ സ്വയം നിർണയാവകാശത്തിനായി പോരാടുന്നവരെയാണ് ഇന്ത്യ ഭീകരരെന്ന് വിളിക്കുന്നതെന്ന് അസീം മുനീർ. പോരാട്ടങ്ങൾക്ക് പിന്തുണ നൽകുന്നത് തുടരും. ഇന്ത്യ 2 തവണ പാകിസ്ഥാനെ ആക്രമിച്ചു. ഭാവിയിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ആക്രമണമുണ്ടായാൽ തിരിച്ചടി നൽകുമെന്നും അസീം മുനീർ ഭീഷണിപ്പെടുത്തി. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, കശ്മീരിലെ ഭീകരത പാകിസ്ഥാന്റെ എല്ലാവിധ ഒത്താശയോടെയാണ്. ആ ഭീകരർക്ക് എല്ലാവിധ സഹായങ്ങളും സംരക്ഷണവും ഒരുക്കുന്നത് പാകിസ്ഥാൻ തന്നെയാണ്. ഇന്ന് ഒരിക്കൽ കൂടി പാക് സൈനിക മേധാവി തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഭീകരതയെ വെള്ളപൂശുന്ന സമീപനം. എന്തൊക്കെയാണ് അസീം മുനീർ പറഞ്ഞത്? സുരേഷ്, ഈ പാകിസ്ഥാൻ ഒരു സ്വഭാവമുണ്ട്. അതായത് അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുമ്പോഴും അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും ആവശ്യത്തിന് തിരിച്ചടി ഏറ്റുവാങ്ങുമ്പോഴും ഇത്തരം ചില മുന്നറിയിപ്പുകളുമായി, ഇത്തരം ചില ഭീഷണിയുമായി രംഗത്തെത്തുക എന്നുള്ളത് അർഹിക്കുന്ന അവജ്ഞയോടെ ഇന്ത്യ അത് തള്ളാറുമാണ് പതിവ്. സമാനമായ രീതിയിൽ ഈ അസീം മുനീർ വീണ്ടും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. അതായത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കാര്യം ഇങ്ങനെയാണ്: കശ്മീരിലെ ഭീകരതയെ നിയമാനുസൃത പോരാട്ടം എന്നാണ് അസീം മുനീർ പറയുന്നത്. കശ്മീർ സ്വയം നിർണയാവകാശത്തിനായി പോരാടുന്നവരെയാണ് കശ്മീരിൻ്റെ സ്വയം നിർണയാവകാശത്തിനായി പോരാടുന്നവരെയാണ് ഇന്ത്യ ഭീകരരെന്ന് വിളിക്കുന്നതെന്ന് അസീം മുനീർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മാത്രമല്ല, പോരാട്ടങ്ങൾക്കെല്ലാ പിന്തുണയും നൽകും എന്നാണ് അദ്ദേഹം പറയുന്നതും. ഇന്ത്യ 2 തവണ പാകിസ്ഥാനെ ആക്രമിച്ചു. ഭാവിയിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്നും എന്തെങ്കിലും ആക്രമണമുണ്ടായാൽ തക്കതായ തിരിച്ചടി നൽകുമെന്നും അസീം മുനീർ പറയുന്നു. ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിലവിൽ വെള്ളം പോലും കിട്ടാനില്ലാത്ത അവസ്ഥയാണ് പാകിസ്ഥാനിൽ. സിന്ധു നദീജല കരാർ ഇന്ത്യ റദ്ദാക്കിയതിനെ തുടർന്ന് വെള്ളം കൂടി മുട്ടി, സാമ്പത്തികമായി തകർന്നു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കനത്ത തിരിച്ചടിയേറ്റു. എന്നിട്ടും അസീം മുനീറിന് മാത്രം യാതൊരു കുലുക്കവുമില്ല, ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ വിധത്തിലും പ്രതിസന്ധിയിലൂടെയാണ് ആ രാജ്യം കടന്നു പോകുന്നത്. ഇന്ത്യയുടെ അതിശക്തമായ തിരിച്ചടിയിൽ തകർന്ന് തരിപ്പണമായ ഒരു സാമ്പത്തികാവസ്ഥ, ലോകബാങ്കിന്റെ കാരുണ്യത്തോടെ ജീവിച്ചു പോകുന്ന ഒരു രാഷ്ട്രം. എന്നിട്ടും പാഠം പഠിക്കുന്നില്ല എന്നാണ് ഈ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത്, അല്ലേ? അത് പാകിസ്ഥാനെ എത്ര പറഞ്ഞിട്ടും, ഈ കാര്യത്തിൽ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം അവർക്ക്, അവിടുത്തെ സൈനിക മേധാവിക്ക്, സൈന്യത്തിന്, അവിടുത്തെ സർക്കാരിന് ഇന്ത്യ വിരുദ്ധ വികാരം ഇളക്കി വിടുക എന്നത് മാത്രമാണ് നിലനിൽപ്പിനുള്ള ഏക ആശ്രയം. കാരണം സാമ്പത്തികമായി തകർന്ന ഒരു സ്റ്റേറ്റാണത്. അതോടൊപ്പം തന്നെ ഈ ജലം കിട്ടാനില്ലാത്ത തെഹ്രീക്കെ താലിബാൻ്റെ ആക്രമണം നേരിടുന്ന ബലൂജ് പോരാളികളുടെ നിരന്തരമായ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് പാകിസ്ഥാൻ. അവർക്ക് ഇതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിച്ചു വിടണമെങ്കിൽ കശ്മീരിലേക്ക് തന്നെ നട്ടിരിക്കേണ്ട അവസ്ഥയാണ്. അവർക്ക് നന്നായി അറിയാം, കശ്മീരിൽ അടിച്ചാൽ, ഇന്ത്യയിൽ ഏത് ഭാഗത്തടിച്ചാലും അവരുടെ ഭീകരവാദ കേന്ദ്രങ്ങൾ, അവരുടെ സൈനിക കേന്ദ്രങ്ങൾ, അവരുടെ വ്യോമതാവളങ്ങളൊക്കെ തവിടുപൊടിയാകുമെന്ന് കൃത്യമായി അറിയാവുന്ന ആൾ കൂടിയാണ് ഈ അസീം മുനീർ എന്ന വ്യക്തി. പക്ഷേ അവരുടെ നിലനിൽപ്പാണത്. ഇന്ത്യ വിരുദ്ധത ശക്തമാക്കി നിർത്തുക, അവരുടെ ആഭ്യന്തരമായുള്ള പ്രശ്നങ്ങളെ മറികടക്കാൻ ശ്രമിക്കുക എന്നുള്ളത്, അത് നിർബാധം അസീം മുനീർ തുടരും. അതിൽ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളുക എന്നത് മാത്രമാണ് ഇന്ത്യ ഇതുവരെ ചെയ്തിട്ടുള്ളത്. ഇനി അങ്ങനെ തന്നെയായിരിക്കും തുടരുന്നതും. യെസ്, ശ്രീകാന്താണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.